അവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. പണ്ട് പഠിച്ചൊരു ഹോബിയാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നതാണ്. പിന്നെ അതൊക്കെ എവിടെയോ നഷ്ടം വന്നു. പക്ഷേ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ വേണമെന്നും പറഞ്ഞ് ചെയ്യുമ്പോൾ അത് ഭയങ്കര സന്തോഷം തരുന്നത്. അതായത് എൻ്റെ ഒരു പ്രൊഫസർ, പുള്ളിക്കാരി ട്രാൻസ്ഫറായി പോവുകയാണ്. അപ്പോൾ എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മാഡമാണ്. അപ്പം എന്ത് കൊടുക്കണം എന്നിങ്ങനെ ഞാൻ ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് ഈ പഴയ ഐഡിയയൊക്കെ പൊടി തട്ടിയെടുത്തത്. പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ ഞാനൊരു കോട്ട സാരി മേടിച്ചു. കാരണം പുള്ളിക്കാരി യൂഷ്വലി കോട്ട സാരിയാവും കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ തപ്പി അവസാനം ഒരു പ്ലെയിൻ കോട്ട സാരി വിത്ത് ഒരു ബ്ലാക്ക് ബോർഡർ ഉള്ളത് കിട്ടി. പിന്നെ അതിലേക്ക് വേണ്ട പടങ്ങൾ തപ്പിയെടുത്തു, അത് ട്രേസ് ചെയ്തു. പിന്നെ ഏത് കളർ വേണമെന്ന് ആലോചിച്ചു. അതിനെക്കുറിച്ച് എൻ്റെ ഹസ്ബൻഡും ഒക്കെ ഹെൽപ്പ് ചെയ്തു. ഏത് കളറും ഏത് ഡിസൈനും വേണമെന്നൊക്കെ ആലോചിച്ചു. പിന്നെ കുത്തിയിരുന്ന് അങ്ങോട്ട് വരച്ചു. കൈ കൊണ്ട് തന്നെ ട്രേസ് ചെയ്തങ്ങ് വരച്ചു. പിന്നെ പതുക്കെ പെയിൻറ്റിങ് തുടങ്ങി. അങ്ങനെ ഏതാണ്ട് ഒരു 2 ആഴ്ച സമയമെടുത്തു കേട്ടോ. കാരണം ജോലിയിലിടയ്ക്ക് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ 2 ആഴ്ച സമയം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയോട് പറഞ്ഞാൽ ഞാനിനി വേണമെങ്കിൽ അടുത്ത വീഡിയോയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അടുത്ത് ചെയ്യുന്നത് എങ്ങനെയാണ്. അങ്ങനെ അവസാനം അത് കംപ്ലീറ്റായി. അങ്ങനെ ഞാൻ മാഡത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മാഡം ഉടുത്ത് കഴിഞ്ഞിട്ട് എപ്പോഴും ഞാൻ കാണുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, എങ്ങനെയുണ്ടെന്ന്. എന്തായാലും നല്ല വർക്കായിരുന്നു. പിന്നെ ഇതൊന്നും പോരാ, ഞാൻ കുറച്ച് മുത്തുകളൊക്കെ വാങ്ങിച്ചൊട്ടിച്ച് കുറച്ച് അലങ്കോല പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്തേക്കുന്നത് വിത്ത് മാർക്കറുണ്ട്. പിന്നെ നമ്മുടെ ഈ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് ഞാൻ ഈ മുത്തുകളൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. മുത്തുകളൊന്നും പോകത്തില്ല കേട്ടോ. നല്ല രസമുള്ളതാണ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. എല്ലാവരും പറഞ്ഞു ഒത്തിരി നന്നായിട്ടുണ്ടെന്ന്. അങ്ങനെ ഞാൻ പുതിയൊരു കാര്യം കൂടെ ചെയ്തിരിക്കുകയാണ് കൂട്ടുകാരെ.